അവളെ ജീവനും സ്വത്തിനും എനിക്ക് ഒരു വിലയും ആരും കൽപ്പിക്കുന്നില്ല. എനിക്കൊരു നീതി വേണം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി പ്രവീണയുടെ മരണം അത് കുടുംബത്തെ ഒന്നാകെ വിഷമത്തിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രവീണയുടെ ഭർത്താവ് നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം കേൾക്കാം. ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. എൻ്റെ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അറിയാവുന്ന ഒരു പയ്യൻ തന്നെയാണ്. അവൾക്ക് മെസ്സേജുകൾ കുറച്ചിട്ടു. അപ്പോൾ ഇവൾ പറഞ്ഞു, എന്തിനാണ് നീ ഇങ്ങനെ ഇടുന്നത്, ഇനി മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് വാട്സപ്പ് ബ്ലോക്ക് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് ഇൻസ്റ്റഗ്രാം വഴി നീ എന്നെ ഇതിൽ ഫോളോ ചെയ്തില്ലല്ലോ. അപ്പോൾ അന്ന് ഇത് എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം പേടിച്ചിട്ട്, അടുത്ത വീടിൻ്റെ അടുത്തുള്ളൊരു പയ്യനെന്നുള്ള രീതിയിൽ പേടിച്ചിട്ട് ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇവൻ കുറേ നാളുണ്ട് ഇവക്കെതിരെ ഈ ആവശ്യമില്ലാത്ത ഇവളെ ശരിക്കും പറഞ്ഞ് കാണുമ്പോഴൊക്കെ ഒരു വല്ലാത്ത നോട്ടോ കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. എന്ത് കാര്യമെന്ന് അറിയാൻ വയ്യ. ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ ഇവ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞു തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് മറ്റുള്ളവരെ എൻ്റെ സഹോദരി ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത് അത്രയും പറഞ്ഞ് പരത്തുന്നത്. അതായത് അവളത് കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു വേറൊരു സുഹൃത്തിൻ്റെ മോനും കൂടെ അവിടെ ഉണ്ടായിരുന്നു, ഈ അഖിലെന്ന് പറഞ്ഞത്. അവൻ ഇതുപോലെ അവർ രണ്ടുപേരും കൂടെ ഒരു സ്ക്രിപ്റ്റ് പോലെ എഴുതി തന്നെയാണ് ഇത് കംപ്ലീറ്റ് എൻ്റെ സഹോദരി എടുക്കുന്നത്. സഹോദരി ഇത് നാട് മൊത്തം നിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയത്തില്ല. അവളത് എന്നോട് പറഞ്ഞിരുന്നത്, ചേട്ടാ ഒരു ഇതുണ്ട്, കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, അന്ന് ഇതെന്നോട് പറയാത്തത്, പേടിച്ചിട്ടാണ് പറയാത്തതെന്ന് പറഞ്ഞിട്ട് പിന്നീട് എന്നോട് ഇത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് കേസ് കൊടുക്കാം നമുക്ക്. ഇതും വെച്ചും കൊണ്ട് കേസും ഈ തെളിവുള്ളതിനെ ഇതും കൂടെ ചേർത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്ത് ഒരു അന്ന് CA ഇല്ല എന്ന് പറഞ്ഞു. CA ഉള്ള സമയം നോക്കി ചെല്ലാൻ വേണ്ടി പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ വരുന്നു, നിങ്ങൾ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അച്ഛനും ആരൊക്കെ അവിടെ ചെന്നപ്പോഴത്തേക്ക് CA ഒന്നുമില്ല. വിളിച്ചിരിക്കുന്ന ഏതോ പാർട്ടി പ്രവർത്തകർ ചേർന്ന് അവരെ വിളിപ്പിച്ച് കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി വിളിപ്പിച്ചതാണ്. അപ്പോൾ ഇവള് പറഞ്ഞില്ല, അച്ഛൻ അവളെ ചെന്ന് തിരക്കിയപ്പോഴത്തേക്ക് അവളെ CA ഇല്ല എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഇവൾക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പീരീഡ്സ് ടൈം ആയതുകൊണ്ട് അവൾക്ക് വയ്യാത്തതുകൊണ്ട് വരുന്നില്ല എന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചും പറഞ്ഞു. അത് പയ്യന്മാരെല്ലാം അവിടെ വന്ന് നിൽക്കുകയല്ലേ, നിങ്ങൾ വരൂലെന്ന് നേരത്തെ പറയാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കി. അത് കഴിഞ്ഞിട്ട് ഈ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി തലേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഇരുന്ന് ഇവള് രാവിലെ എന്നോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ പീരീഡ്സിൻ്റെ പ്രശ്നം മറ്റു കാര്യങ്ങളുണ്ട്, PCOD ഉള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ് വെയിറ്റ് കുറയ്ക്കണം. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തവാനിയുടെ അടുത്തൊരു തെരഞ്ഞെടുത്തിട്ടുണ്ട്, അവിടെ ഒരു ജിമ്മുണ്ട്. അവിടെ പോയി ജിമ്മിന് പോയിട്ട് ഇവരൊന്നും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു ഇവിടെ ഒരു ചേച്ചിയും കൂടെ ഉണ്ട്. അവർ രണ്ടുപേരും കൂടെയാണ് ജിമ്മിന് പോകുന്നതും വരുന്നതും. അന്ന് ഈ പറഞ്ഞ ആളിനെ മേൽക്കാതെ കുത്താൻ വേണ്ടിയിട്ട് മാങ്കുളത്തിൽ വരാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വന്നപ്പോഴത്തേക്കും പൊളിറ്റീഷ്യൻ്റെ അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് അതുവഴി ഒരു റോഡിലിറങ്ങി തന്നെ ഈ മാങ്കുളത്തിൻ്റെ ഇവിടെ വന്ന് കയറി. ഈ കാവറമ്പലത്തിൻ്റെ അവിടെ വന്ന് കയറിയിട്ടുണ്ടായിരുന്നു. കയറിയ നേരെ മേൽക്കാതെ കുത്തി ഇവർക്ക് ഹെന്ന ചെയ്യാൻ വേണ്ടിയിട്ട് പിറ്റേന്ന് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഹെന്ന ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, ഞാൻ പറഞ്ഞു ചെയ്തോന്നു. ഹെന്ന ചെയ്യാൻ വേണ്ടിയിരിക്കുമ്പോൾ അവിടെ 3-4 പേര് ഇരിക്കുന്നുണ്ട്, താമസിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവർ തിരിച്ചു പോയിട്ട് ഇവിടെ ചോറും കഴിച്ചിട്ടാണ് പിന്നെ രണ്ടാമത് വരുന്നത്. വന്ന് ഈ ഹെന്ന ഇത് ചെയ്യുന്ന അവിടെ വന്ന് അവിടെ കൊണ്ടുപോയി അതിൻ്റെ അപ്പുറത്ത് ഇവിടെ അന്ന് വന്നപ്പോഴത്തേക്ക് ഒരു സർവീസ് സെൻറ്റർ കണ്ടായിരുന്നു. അവിടെ കൊടുത്തിട്ട് വന്ന് എനിക്ക് എളുപ്പത്തിൽ ഇവിടെ വരാമല്ലോ എന്ന് പറഞ്ഞ് സർവീസ് സെൻറ്ററിൻ്റെ അവിടെ കൊണ്ടുവന്ന് വണ്ടിയും കൊടുത്തിട്ട് താക്കോലും കൊടുത്തിട്ട് അവിടെ ഒരു മാമ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിട്ട് പറഞ്ഞ് നേരെ ഞാൻ ഇവിടെ ഉണ്ട്, വണ്ടി എപ്പോഴും കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ആ മാമൻ പറഞ്ഞ് 1.5 മണിക്കൂറെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞു. കുഴപ്പമില്ലാமல் ഞാൻ ഒന്നുമില്ല ഹെന്ന ചെയ്തിട്ടൊക്കെ വരുള്ളൂ, അപ്പോൾ ഞാൻ അപ്പോഴത്തേക്ക് വരാമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് യവന്മാർ അവിടെ എന്തോ വിഷയമായിട്ട് അവിടെ ആ പരിസരത്തുണ്ടായിരുന്നു. യവന്മാർ ഈ പറഞ്ഞ ഒരു പൊക്കമുള്ളൊരു പയ്യൻ, ഒരു പൊക്കം കുറഞ്ഞ പയ്യനെന്നാണ് പറഞ്ഞത്. അവിടെ ചെന്ന് ഇതെൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ബന്ധുവിൻ്റെ വണ്ടിയാണ്, ഇത് ഞങ്ങൾ കൊണ്ടുപോകാൻ വിടുന്നത്. അപ്പോൾ ആ പണി കൊണ്ടുവന്ന ആൾ പറഞ്ഞു പറ്റത്തില്ല, ഇതൊരു സ്ത്രീ കൊണ്ടുവച്ച വണ്ടിയാണ്, അവർ വന്ന് പറയുകയാണെങ്കിൽ തരാം, അല്ലാതെ ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ കടയിലെ ഓണർ വന്നപ്പോഴത്തേക്കും ഇവന്മാർ പറഞ്ഞു ഇത് ഞങ്ങൾ കൊണ്ടുവച്ച വണ്ടി, മറ്റേ ഞങ്ങളൊരു ബന്ധു കൊണ്ടുവച്ച വണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എടുത്ത വാക്കിൽ ഇവന്മാർ പറയണേ ഈ വണ്ടി കൊണ്ടുവന്ന് അവൾ നിൻ്റെ വീട്ടിനകത്തിരിക്കുകയല്ലടാ, ഇറക്കി വിടടാന്ന് പറഞ്ഞു. അവൻ ദേഷ്യപ്പെടുകയും എന്തിനാ ചെയ്തു എന്തോ പറഞ്ഞു. അപ്പോൾ യവന്മാർ പറഞ്ഞു നിന്നെ ഞങ്ങൾ കാണിച്ചു തരാടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങി പോകുന്നത്. പോയിട്ട് യവന്മാർ ആരെയൊക്കെ വിളിച്ചിട്ട് നിന്നെ ഞങ്ങൾ വൈകുന്നേരം മറ്റത് ചെയ്യാം മറിച്ച് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അടിക്കാൻ വേണ്ടിയാണ് അവിടെ ചെന്നു. അടിച്ച് അവിടെ നിന്ന് യവന്മാർ അങ്ങോട്ട് അടിക്കാൻ ചെന്നവന്മാർക്ക് അടി കിട്ടിയെന്ന് പറയുന്നു. അടി കിട്ടിക്കൊണ്ടാണ് തിരിച്ചും വന്നിട്ട് വീട്ടിൽ വന്ന് രാത്രി ഈ പറഞ്ഞ പ്രശ്നത്തിൽ ഉണ്ടാക്കിയത് ഞങ്ങൾ ആ വീട്ടിൽ, അതായത് എൻ്റെ സഹോദരിയുടെ മോൻ പറയുകയാണ് മാമിയുടെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ പോയത്. ആ പോയിട്ട്
ഈ പ്രശ്നം പറഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾ അടിക്കാൻ വേണ്ടി ഇവന്മാരെല്ലാം കൂടെ വന്ന് ഞങ്ങൾ അടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ വന്നു. അത് ചെയ്തു ഇത് ചെയ്തു എന്ന് ഇവന്മാർ പറഞ്ഞുണ്ടാക്കി ഫ്ലാഷാക്കി. സംഭവം അന്നത്തെ ദിവസം മുഴുവൻ ഈ പറഞ്ഞ കണക്ക് ഇവിടെ അവിടെ അല്ലെങ്കിൽ ഇവന്മാർക്ക് എൻ്റെ വൈഫിനെ വിളിച്ച് ചോദിക്കാം, നിങ്ങളെവിടെ ഇരിക്കുന്നു, ഞങ്ങൾ ഇന്നതുപോലെ ആൾക്കാർ കണ്ടു, നിങ്ങളവിടെ ഉണ്ടായിരുന്നെന്ന് പറയാം, നിങ്ങളെവിടെ. അപ്പോൾ അവർ പറഞ്ഞിരുന്നതിന് മാങ്കുളത്ത് പോയി അവരെ പോയി കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സംശയിച്ചു. ഇല്ലാത്ത കാര്യം എന്തിനാണ് സംശയത്തേക്ക്? കാരണം അപ്പോഴും പ്ലാനിങ് നടക്കുന്നത് എവിടെ പേർക്കാണ്, ഇവിടെ ഒന്നും അറിയാത്ത എവിടെ പേർക്ക് ഈ പ്ലാനിങ് മുഴുവൻ അവർ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും അറിയാത്ത എൻ്റെ സഹോദരി അവരെ മക്കൾ പറയുന്ന വാക്കും കേട്ടുകൊണ്ട് ഇവളെ നാട് മൊത്തം ഇറങ്ങിയിട്ട് അതായത് എൻ്റെ ഭാര്യ ആളും അവൻ്റെ കൂടെ പോണത് കണ്ടു, ഇപ്പോൾ കാറിൽ കൊണ്ടുപോകണത് കണ്ടു, ഇവിടെ ഇറക്കിയിട്ട് ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്, പയ്യന്മാർ ഫോട്ടോ എടുക്കുന്നത് കണ്ടു. അപ്പോൾ ഫോട്ടോ എടുത്ത് ഞാൻ ചോദിച്ചെങ്കിൽ ഫോട്ടോ കൊണ്ടുപോകാമെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞു. ഫോട്ടോ ഒന്നുമില്ല, അത് ഫോട്ടോ ക്ലിയർ കിട്ടിയില്ലായിരുന്നു. എന്നതുപോലെ ആ കടയിലാവാൻ അവളെ ചേസ് ചെയ്ത് കയറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മറ്റേനെ വിളിച്ച് പോകാൻ പറയണം, അത് ഞാനും കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു പിന്നീട് മാമി അവിടെ നിൽക്കണതാണ് ഞാൻ കണ്ടതെന്ന്, കൊണ്ടുപോകണ കണ്ടില്ല. അപ്പം ഞാൻ കേട്ട് നീ അവിടെ നിന്ന് അവിടെ നിൽക്കണമെങ്കിൽ നീ വിളിക്കാത്തത്. അത് മാമി എന്നെ കണ്ടിട്ട് തിരിച്ച് വാഴപ്പണയിലോട്ട് ഇറങ്ങി പൊക്കളഞ്ഞ്. ഇല്ലാത്ത അപവാദമാണ് ഈ പറയുന്നത്. അവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. വാഴപ്പടയിലോട്ട് ഇറങ്ങി പൊക്കളഞ്ഞെന്ന് പറഞ്ഞ് അപ്പോഴേ ഇവളും അവനെ വിളിച്ചിട്ട് നീ അങ്ങനെ കണ്ടെങ്കിൽ നീ എവിടെ വെച്ച് കണ്ടാലും വിളിക്കുന്നതല്ലടാ, നീ എന്നെ ഒന്ന് വിളിക്കാത്തത്, ഞാൻ കണ്ടതില്ലെന്ന് ചോദിച്ചു. ഇല്ല, അത് മാമി എന്നെ കണ്ടിട്ട് കുരിഞ്ഞ് പൊക്കളഞ്ഞതാണെന്നും പറഞ്ഞുകൊണ്ട് ഈ സ്വന്തം കൂടപ്പുറപ്പ് പോലെ കൊണ്ട് നടന്നൊരു ചെറുക്ക അവൻ ഇതും കൂടെ പറഞ്ഞു കേട്ടപ്പോൾ ആകെ തളർന്നു പോയി. ആ പറഞ്ഞ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ സർവീസ് സെൻ്ററിൽ CCTV ഉണ്ട്, എല്ലാമുണ്ട്, അവരതെടുത്ത് പരിശോധിക്കട്ടെ. ഇല്ലാത്ത അപവാദങ്ങൾ മൊത്തം പറഞ്ഞു വരുത്തി അവിടെ വെച്ച് അവനെ കൊണ്ടു നടക്കണ കണ്ടു. ഇതെല്ലാം കൂടെ എന്നെ വിളിച്ച് ഇവളും പറഞ്ഞ് കേൾപ്പിച്ച് ഞാനും അന്യരാജ്യത്ത് നിൽക്കുന്ന ഞാനും ഇത് വിശ്വസിച്ച് പോയി. കാരണം ഇവളെ ഈ വാക്ക് പറഞ്ഞ് ഞാനും അത് വിശ്വസിപ്പിച്ച് എന്നിട്ട് ഞാൻ ഇവിടെ മോനെ വിളിച്ചു. അപ്പോൾ ഇവ എടുത്ത വാക്കില്ല, അടുത്ത വാക്ക് പറയണം, മാമ നിങ്ങളെ വീട്ടിലെ ക്യാമറ രാത്രി 11 മണിക്ക് ഓഫ് ആവുന്നുണ്ടോ, അവിടെ ആൾക്കാരത്തിനും പറയുന്നുണ്ടെന്ന്. ഒരു ഭർത്താവ് ഞാൻ അവളെ വഴക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ആവശ്യമില്ലാതെ എന്തുമാത്രം വിഷമം അനുഭവിച്ചെന്നറിയോ? ഇതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവന്മാർ എൻ്റെ കൊച്ചിനെ ശനിയാഴ്ചയായിരുന്നു സ്കൂളിൽ ട്യൂട്ടറെ കൊണ്ട് തിരിച്ച് വന്ന വഴിക്ക് വണ്ടി ചവിട്ടിയിട്ടിട്ട് പൊക്കളഞ്ഞു. അവനെ ഏർപ്പാട് ചെയ്തിട്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള വിഷ്വൽസ് എല്ലാം എടുത്ത് ക്യാമറ എടുത്ത് വീഡിയോസ് ഉൾപ്പെടെ എടുത്ത് കൊണ്ടുവന്ന് സ്റ്റേഷനിൽ കൊടുത്തിട്ട് പോലും അവരാരും വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടില്ല. എൻ്റെ ഭാര്യയ്ക്ക് നീതി കിട്ടിയിട്ടില്ല. കാരണം അത് പാർട്ടി തലത്തിൽ കളിക്കുന്നുണ്ട്, കിട്ടില്ല എന്ന് ഉറപ്പുണ്ട്. എന്തിന് എൻ്റെ സഹോദരി അവളെ ഈ നാട് മൊത്തം പറഞ്ഞ് നാറ്റിച്ചത്. അവൾക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഏട്ടനുണ്ട്, അവിടെ വന്ന് നേരിട്ട് സംസാരിക്കണ്ടേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ? അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് കാര്യം പറയട്ടെ? ഈ നാട് മൊത്തം ഇറങ്ങി ഈ അനാവശ്യം പറഞ്ഞ ഏത് പെണ്ണ് സഹിക്കും? അങ്ങനെയുള്ള ഒരു പെണ്ണ് സഹിക്കില്ല. ചേട്ടാ ഈ ഒരു പ്രശ്നം എപ്പോഴാണ്, എത്ര കാലമായി ഉണ്ടായിട്ട്? ഇത് ഉണ്ടായിട്ട് ഒരുപാട് ദിവസങ്ങളൊന്നും ആയില്ല. അന്ന് അവനോട് ഈ പയ്യനോട് പറഞ്ഞായിരുന്നു ഈ ആവശ്യമില്ലാതെ എനിക്ക് ഈ വാട്സപ്പിൽ മെസ്സേജ് ഇടരുതെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ബ്ലോക്ക് ചെയ്ത് അന്ന് തൊട്ടേ ഇവൻ ഓരോരോ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഈ എൻ്റെ സഹോദരിയുടെ മോൻ്റെ കല്യാണമായപ്പോൾ ഇവൻ നാട്ടിലുള്ളതുകൊണ്ട് എപ്പോഴും ഇവന്മാർ ആ വീട്ടിലും എല്ലായിടത്തും ഉണ്ട്. ഞാനും ആ കല്യാണത്തിന് വന്നതാണ്. അന്ന് ഒരു 10 ദിവസം ലീവിന് വേണ്ടി കല്യാണത്തിന് വന്ന് ആ കല്യാണവും കൂടി അവന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് എല്ലാം നിറവേറ്റിയിട്ട് പോയതിൻ്റെ 10 ദിവസം കഴിഞ്ഞ് തൊട്ട് തുടങ്ങിയതാണ്. എന്നിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ ഗൾഫിൽ ചെന്ന് ഞാൻ പറഞ്ഞ് എനിക്ക് കയറി പോകണം, എനിക്കൊന്ന് ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ടിക്കറ്റ് എടുത്ത് എനിക്ക് കയറി പോകണമെന്ന് പറഞ്ഞപ്പോൾ നീ ഇപ്പോൾ വന്നിട്ട് 10-15 ദിവസമല്ലേ ആയുള്ളൂ, നീ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കയറി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് അങ്ങനെ പണി കിടക്കണമെന്ന് നിനക്ക് അറിയത്തില്ലേ എന്ന് പറഞ്ഞു. ഒരു പക്ഷെ അന്ന് വന്നിരുന്നെങ്കിൽ കുറച്ച് കാര്യങ്ങളൊന്നും നടക്കില്ലായിരുന്നു. ഈ അപവാദ പ്രചരണം നടത്തിയ കുട്ടിയില്ലേ, നിങ്ങളുടെ ബന്ധുവല്ലേ? അപ്പോൾ പുള്ളിക്ക് എത്ര വയസ്സ് പ്രായം? എന്ത് ചെയ്യാണ് ഈ അപവാദ പ്രചരണം നടത്തി കുഞ്ഞമ്മന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു? അവൻ ഒരു 20 വയസ്സ് 21 വയസ്സ് അത്രേ ഉണ്ടാവുള്ളൂ. കാരണം എന്തെങ്കിലും വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിച്ചാൽ അപ്പോഴും വരും. എന്തെങ്കിലും ഒരു സാധനം മേടിച്ചുകൊണ്ട് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ മേടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടാൽ ആ വീട്ടിലെ വണ്ടിയും കൊടുക്കുകയാണെങ്കിൽ അവൻ വാങ്ങിച്ചുകൊണ്ട് വരും, എണ്ണ അടിക്കാൻ. അവന് അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോൾ വന്നാലും അവനേറെ ജോലിയും കൂലി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും അവനൊരു സഹായം എന്നുള്ള രീതിയിൽ 10, 100, 200 ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കൂടെ നിന്നിട്ട് അവനും കൂടെ അവളെ തള്ളിപ്പറഞ്ഞ് തളർന്നു പോയി. കാരണം
കുഞ്ഞമ്മ എന്ന സ്വന്തം മോനെ പോലെ കൊണ്ട് നടന്നതായിരുന്നു കൊച്ചിനെ. ആ കുട്ടിയാണോ ഇത് ആദ്യം പറഞ്ഞത്? ആ കുട്ടിയാണ് അമ്മയെ പറഞ്ഞത് മാമിയെ അന്നതുപോലെ ആ സർവീസ് സെൻ്ററിൽ വെച്ച് കണ്ടു, എന്നെ കണ്ടപ്പോഴത്തേക്ക് വാഴപ്പടയിലോട്ട് ഒളിച്ചോടി പോയി. ഇതൊക്കെ ഇവനാണ് പറഞ്ഞത്. അന്നേരം അവിടെ ചെന്ന് ആ സർവീസ് സെൻ്ററിലെ ഓണറിനെ അവരെ അവിടെ ചെന്ന് അവളെ അതിനകത്ത് കയറ്റി ഒളിപ്പിച്ച് വെച്ചേക്കല്ല ഇറക്കി വിടാന്നുണ്ട് പറഞ്ഞപ്പോൾ ഓണർ അവനെ പിടിച്ചില്ല, എന്തോ ചെയ്തു. അതൊന്നും എനിക്കറിയത്തില്ല. പിടിച്ചുള്ള അടിക്കുക എന്തിനാണെന്നുള്ളത് അറിയത്തില്ല. അതിൻ്റെ വാശിക്ക് യവന്മാർ അടിക്കാൻ വേണ്ടിയിട്ട് അവനെ വിളിച്ച് വരുത്തി അടിക്കുക എന്തൊക്കെ ചെയ്തു. പക്ഷെ അത് അത്രയും കൊണ്ടുവച്ചിരിക്കുന്നത് എൻ്റെ ഭാര്യയുടെ തലയ്ക്ക്. ഞങ്ങൾ അവളെ കാര്യം ചോദിക്കാനാണ് പോയത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ കംപ്ലൈൻ്റ് ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഈ കൂടെ വേറൊരാൾ അതിൽ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നും മോശമായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് അങ്ങനെ എന്തോ പറയുന്നുണ്ട്. അതെ, അവൻ അന്ന് മുതലേ ഇവളോട് ശത്രുതയുണ്ട്. ഇവള് സഹകരിക്കുക ഇവനല്ല ഇത്. അത് അവൻ്റെ പേര് അശ്വിൻ എന്ന് വിളിക്കും. അവൻ്റെ വീട്ടിൽ വിളിക്കുന്ന കണ്ണൻ എന്നാണ് കണ്ടത്. അവനാണ് ഈ മെസ്സേജ് ഇട്ടതും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഈ പറഞ്ഞ കണക്ക് മെസ്സേജ് ഇട്ടിട്ട് ഇനി മേലെ ആവർത്തിക്കുന്നത് പറഞ്ഞാൽ അന്ന് മുതലേ ഇവൻ്റെ സംശയം ഉണ്ടായിരുന്നു. അവൻ എന്നോട് പറയാം ഞാൻ എടുക്കുകയോ വല്ല ഇത് പ്രതികരിക്കുകയോ എടുക്കുകയോ ചെയ്യുമോ എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് എങ്ങനെ നാറ്റിക്കാമെന്നുള്ള രീതിയിൽ ഇവൻ പ്ലാൻ ചെയ്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ സിറ്റുവേഷനാണ്. ഈ ഗോകുലിൻ്റെ കല്യാണ സമയത്ത് ഇവരവിടെ ഇരുന്നും കൊണ്ട് ചർച്ച ചെയ്ത് രാത്രിയാകുമ്പോൾ അവിടെ ഒത്തിരി പയ്യന്മാരുണ്ട്. ഇവർ എല്ലാവർക്കും അവിടെ ഇരുന്ന് അവന്മാർക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കുടിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ട്രീറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ഇവന്മാർ ഇത് എഴുതിയിട്ട് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് കൊണ്ടുവന്ന് എൻ്റെ സഹോദരി അവതരിപ്പിക്കും. ഇവളിത് നാട് മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കും. ഈ അശ്വിൻ മോശമായിട്ട് മെസ്സേജ് അയക്കുന്നത് മറ്റേ ആദ്യത്തെ കുട്ടി ആ പ്രചരണം പറഞ്ഞതിന് ശേഷമാണോ അതോ അതിന് മുന്നേ ആണോ? അതിന് മുന്നേ ഈ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടത്. അന്ന് എന്നെ അറിയിച്ചിട്ടില്ലായിരുന്നു, പേടിച്ചിട്ട് അറിയിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഈ പ്ലാനിങ് നടന്ന് വന്ന് ഓരോ കാര്യങ്ങൾ ഇതായിട്ട് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് അവൾ എന്നോടും പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞിടി എന്തുകൊണ്ട് അവൻ നമ്മൾ സഹോദരിയുടെ മോനല്ല, അവൻ്റെ കൂട്ടുകാരനല്ലേ, അവനോട് പറഞ്ഞ് തന്നെ ഈ പ്രശ്നം സോൾവ് ചെയ്യാത്തത് എന്നോട് പറയട്ടെ. അത് സോൾവ് ചെയ്യാത്തത് അത് ഇനി പറഞ്ഞ് ഇവന്മാരിനും ഇതാക്കി ഉണ്ടാന്ന് പേടിച്ചിട്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ അതിൻ്റെ വാശിക്ക് തന്നെയാണ് അന്ന് എൻ്റെ കൊച്ചു സ്കൂളിൽ ട്യൂട്ടറിൽ കൊണ്ടുവിട്ട് വരുന്ന വഴിക്ക് ചവിട്ടി തള്ളിയിട്ടിട്ട് പോയതും. അത് ഇവിടെ നല്ല രീതിയിൽ പേടിച്ചെന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു, എനിക്ക് പേടിയുണ്ട്, കൊച്ചിനെ പോലും ഞാൻ പിറ്റേന്ന് സ്കൂളിൽ വിടത്തില്ല, അവൾക്കെന്തോ പേടിയുണ്ട്, ഉള്ളിൽ വെച്ച് പറയുന്നുണ്ട് ഞാൻ ഇനി അവളെ സ്കൂളിലോട്ട് വിടുന്നില്ല ഇപ്പോഴെന്നും. അതിന് ശേഷം ആ ഒരു നേരം വെളുത്തതേ ഉള്ളൂ അവൾ ആത്മഹത്യ ചെയ്തതും. ഈ ആക്സിഡന്റ് നടന്നിട്ട് എത്ര ദിവസമായി? ഈ ആക്സിഡൻറ്റ് നടന്നത് ശനിയാഴ്ചയായിരുന്നു. അന്ന് അവിടെയുള്ള ആ ജംഗ്ഷനിൽ നിന്ന ആൾക്കാരെല്ലാവരും കൂടെ എടുത്ത് അമ്മയും കൂടെ വിളിച്ചും കൊണ്ടാണ് അവർ നേരെ സെൻറ്റ് ജോൺസിൽ പോയി. സെൻറ്റ് ജോൺസിൽ അവിടെ ചെന്നപ്പോൾ ഗോകുലത്തിൽ പൊട്ടെന്ന് പറഞ്ഞ് ഗോകുലത്തിൽ അന്ന് അവിടെ ചെയ്തു. അവർ കൈ മൊത്തം ഒരഞ്ഞ് വാരി അതിൻ്റെ ഇതെല്ലാം കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ അവരും കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഈ ക്യാമറയ്ക്ക് ഈ ഇടിച്ചിട്ട് പോയതിനെ തപ്പാൻ വേണ്ടി ഞങ്ങൾ മാക്സിമം എല്ലാ വീടുകളിലും ഇറങ്ങി കയറി ഉള്ള വിഷ്വൽസ് എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തിട്ട് പോലും യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ക്യാമറയിൽ കണ്ട ആളെ ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ ഫ്രണ്ട് നമ്പർ പ്ലേറ്റ് മറച്ചിരിക്കുകയാണ്, പേപ്പർ വെച്ച് മറച്ചിരിക്കുകയാണ്. ബേക്കിലത്ത് അറിയാം, പക്ഷേ അത് ഞങ്ങളെക്കാരും കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇവർക്ക് AI സംവിധാനം വല്ലതും വെച്ച് എടുക്കാൻ പറ്റുമെങ്കിൽ അത് ക്ലിയർ ആയിട്ട് കിട്ടും. അതിൻ്റെ ഒരു താല്പര്യമെങ്കിൽ അവർ കാണിക്കണം. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഭാര്യയെ തളർത്തിയിരുന്നു. ഒരുപാട് രീതി അപമാനങ്ങൾ കൊണ്ടും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അപമാനം ഏറിക്കൊണ്ട് തന്നെയാണ് ഒരുപാട് കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. ചേട്ടൻ എന്താ പറഞ്ഞു? സ്ട്രോങ് ആയിട്ടിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എന്നെ കൂടെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവരെന്നെ പറഞ്ഞു വരുന്നത്. ഞാൻ ആദ്യം വഴക്ക് പറഞ്ഞിട്ടുണ്ട് അവളെ. കാരണം ഗൾഫാറിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് എന്ത് പറയാമെന്നുള്ളൊരു ഇതുണ്ട് ഇവർക്ക് എല്ലാവർക്കും. പിന്നീട് ഞാൻ നീ സ്ട്രോങ് ആയിട്ട് നില്ലേ, നമുക്കിപ്പോൾ ആളോട്ടല്ലേ, നീ അവിടെ പോ. ഓരോ ദിവസം ഓരോന്ന് പറയുന്നു ഇവർ. ഓരോ ദിവസം ഓരോ വീട്ടിൽ കയറിയിട്ട് പറയുന്നു അവളവിടെ വീട്ടിൽ 11 മണിക്ക് കറണ്ട് പോകാറുണ്ട്. അത് ഞാൻ അറിഞ്ഞ് സംശയമുള്ളതുകൊണ്ട് ഞാൻ ഇൻവെർട്ടർ വെച്ചെന്ന് കല്യാണത്തിന് വന്നപ്പോഴത്തേക്ക് ഞാൻ വർഷം കൊണ്ടേ വിചാരിക്കുന്നതാണ് ഇൻവെർട്ടർ വയ്ക്കണം. പക്ഷേ അന്ന് കല്യാണം കഴിഞ്ഞ് വന്ന് ഞാനൊരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ബാക്കിയിരുന്ന പൈസ കൊണ്ടാണ് ഞാൻ ആ ഇൻവെർട്ടറോടെ വെച്ചിട്ട് പോകാന്നുള്ള രീതിയിൽ. എൻ്റെ വീട്ടിൽ ക്യാമറ വെപ്പിച്ചത് പോലും അവളാണ്. അവൾ ഒറ്റയ്ക്ക് ഉള്ളതിട്ട് എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ട്. എനിക്കൊരു ക്യാമറയും വാങ്ങിച്ച് തന്ന് ഒരു പട്ടിക്കുട്ടിയെ വാങ്ങിച്ചു തന്നാൽ ഞാൻ ആ വീട്ടിൽ കിടക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്ന് നിൽക്കോളെന്ന് പറഞ്ഞു. ഞാനൊരു വീടും വെച്ചിട്ടിട്ട് ഇവിടെ അവിടെ പൂട്ടിയിട്ടിട്ട് കിടക്കണേക്കാളും നല്ലത് ഞാൻ ക്യാമറ വെച്ച് തരാം, ഞാൻ അവിടെ കിടക്കും എന്നുള്ള രീതിയിലാണ് വെപ്പിച്ചത്. അത് എനിക്ക് സംശയമുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ ക്യാമറ വെപ്പിച്ചതെന്ന് പറഞ്ഞു. ഇല്ല, അവർ ആവശ്യമില്ലാത്തത് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. ചേട്ടൻ ഗൾഫിൽ എന്ത് ചെയ്യാണ്? ഞാൻ ഗൾഫിൽ അലുമിനിയം വർക്കാണ്. അപ്പോൾ അവിടെ ഞാൻ ഏതാണ്ട് ഒരു 13 വർഷത്തിൽ കൂടുതലോളം, 13 വർഷത്തോളം 14 വർഷത്തോളം കല്യാണം കഴിച്ച് കുറച്ച് മുമ്പ്, കല്യാണത്തിന് കുറച്ച് മുമ്പ് ഞാൻ ഗൾഫിൽ കയറി പോയതാണ്.
വരും, വർഷത്തിൽ വരും, ചിലപ്പോൾ 1.5 വർഷം, 2 വർഷം, അങ്ങനെയൊക്കെയുള്ള സാമ്പത്തികം നമ്മളെ ഇപ്പോൾ ഓരോ സമയം വരുമ്പോഴും ഞാൻ വലിയ ശമ്പളക്കാരനോ എടുക്കാനൊന്നുമല്ല. കിട്ടുന്നത് വെച്ച് വീട്ടിൽ ഓരോ വരവിന് വരുമ്പോഴും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മളെ സാമ്പത്തികം അനുസരിച്ച് ഞാൻ കഴിഞ്ഞതിന് വന്നിട്ട് ഇൻവെർട്ടർ വയ്ക്കാൻ ഒരുങ്ങിയിട്ടും പൈസ തികയാത്തുണ്ട്. അന്ന് ഈ ചൂട് സമയമാകുമ്പോൾ മുകളിൽ വീട്ടിനകത്ത് കിടക്കാൻ പറ്റും, ചൂടെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ഇത്തിരി പൈസ ഒക്കെ ലോൺ എടുത്ത് ഞാൻ ആ ഷീറ്റ് ഇട്ടിട്ടാണ് പോകുന്നത്. അതിൻ്റെ ആ ബാക്കി കഴിഞ്ഞ ശേഷം ഇപ്പോൾ ലീവിന് ഈ കല്യാണത്തിന് 10 ദിവസം വന്നപ്പോഴത്തേക്കാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും വന്നെങ്കിൽ ആ ലോൺ എടുത്തിട്ടുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു EMI 3 തവണയായിട്ട് അടച്ച് തീർത്താൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ ആ പൈസ എടുത്ത് ഞാനത് ക്യാഷ് എടുത്ത് ഞാൻ ആ ഇൻവെർട്ടർ മേടിച്ച് വെച്ചത്. അതിന് എന്തെല്ലാം അപവാദം പറഞ്ഞെന്നറിയോ, വീട്ടിൽ കറണ്ട് പോകുന്നത് കൊണ്ടാണ് ഞാൻ ആ ഇൻവെർട്ടർ വെപ്പിച്ചത്. അപ്പോൾ വിവാഹത്തിന് വേണ്ടിയിട്ടാണ് ലീവിൽ വന്നത് നാട്ടിലല്ലേ? അതെ, ഈ ഇവൻ്റെ മകൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ 10 ദിവസം വന്നിട്ട് പോയത്. അതുകൊണ്ടാണ് ഈ പ്രശ്നം നടന്നപ്പോൾ എനിക്ക് ഉടനെ ലീവ് ചോദിച്ചപ്പോൾ അവർ തരാതിരുന്നത്. ഈ മരണം കൊണ്ട് മാത്രമാണ് അതിന് പരിഹാരം ഉണ്ടായിപ്പോയത്. അതുകൊണ്ട് ലീവ് തന്നതാണ്. ഞാൻ അവരോട് പറഞ്ഞതാണ് ഇവർക്കെതിരെ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഞാൻ അതുവരെ ഏതായിട്ടും പോകും. എനിക്ക് പോകണം. എനിക്കൊരു മോളുണ്ട്, ഇനി അത് മാത്രമേ ഉള്ളൂ എനിക്ക്. അവളെ ജീവനും സ്വത്തിനും എനിക്ക് ഒരു വിലയും ആരും കൽപ്പിക്കുന്നില്ല. എനിക്കൊരു നീതി വേണം, നീതി കിട്ടും.